ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ PSC എക്സാമുകൾക്കും ചോദിക്കുന്നത്, അതായത് പ്രധാനമായിട്ടും ഇനി വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാമിനൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോഗ്രഫിയിലെ ശിലകൾ എന്ന ഭാഗം. അപ്പോൾ ആ ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ആ ഭാഗത്ത് നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും സിലബസ് ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. അതിലെ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശിലകൾ. നമ്മൾ ആ ക്ലാസ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ ഭാഗത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ജോഗ്രഫിയിലെ ശിലകൾ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ശിലകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ശിലകളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആഗ്നേയശിലകൾ. ആഗ്നേയശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്. രണ്ടാമത്തേതാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾക്ക് പറയുന്നതാണ് എന്ത്? സെഡിമെൻ്ററി റോക്സ്. മൂന്നാമത്തേതാണ് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ്. അപ്പോൾ ഓർക്കുക, ശിലകൾ പ്രധാനമായിട്ടും എത്ര വിധമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കണം, 3 വിധത്തിലാണ് എന്ത് ശിലകളെ തരംതിരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേതാണ് ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്. രണ്ടാമത്തേതാണ് അവസാദ ശിലകൾ അഥവാ സെഡിമെൻ്ററി റോക്സ്. മൂന്നാമത്തേതാണ് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇവ ഓരോന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. ആഗ്നേയശിലകൾ. ആഗ്നേയശിലകൾ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ഇത് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം. ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ എന്ത് സംഭവിക്കുന്നു? ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വരുന്നു. അതെവിടെ വെച്ച്? ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ എന്ത് തണുത്തുറഞ്ഞ് ശിലകളായി രൂപപ്പെടുന്നതാണ് ഇത് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഭൂവൽക്കത്തിനുള്ളിൽ നിന്നും ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ശിലാദ്രവം ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ ഭൗമോപരിതലത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ഇത് ആഗ്നേയശിലകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകളാണ് ഇത് അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഏതൊക്കെ പേരുകളാണ്? അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയശിലകളാണ് എന്ന കാര്യം ഓർക്കുക. ഇത് പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രാഥമിക ശില എന്ന് പറയുന്നത് ഏത് ശിലയാണ്? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മളിത് ഈ പേരുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ പേരുകളാണ്? അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, അതുപോലെ തന്നെ പ്രാഥമിക ശില, പിതൃശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതായത് ആദ്യം രൂപം കൊള്ളുന്ന ശിലയായതിനാലാണ് ഇതിന് എന്ത് പേര് പറയുന്നത്? പ്രാഥമിക ശില എന്ന പേരിൽ പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയശിലകളാണ് എന്ന കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ഇത് ആഗ്നേയശില എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നോക്കാം, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ആഗ്നേയശിലകൾ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നിവ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാലും അറിയുക, എന്ത്? ആഗ്നേയശിലയാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഈ ശിലയുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആഗ്നേയശിലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലകളാണ്
ആഗ്നേയശിലകൾ. അതുപോലെ തന്നെ ധാരാളം ലോഹ അയിരുകൾ കാണപ്പെടുന്നു. ധാരാളം ലോഹ അയിരുകൾ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാലും അതോ ഏതാണ്? ആഗ്നേയശിലയാണ് എന്ന കാര്യം ഓർക്കുക. ആഗ്നേയശിലകൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാഹ്യജാത ശിലകൾ, അതുപോലെ തന്നെ അന്തർവേദ ശിലകൾ. ബാഹ്യജാത ശിലകൾ, അതുപോലെ തന്നെ അന്തർവേദ ശിലകൾ. ഈ അന്തർവേദ ശിലകളെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് പ്ലൂട്ടോണിക് ശിലകൾ. പ്ലൂട്ടോണിക് ശിലകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ആഗ്നേയശിലകളാണ് ആദ്യമായി രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ ആഗ്നേയശിലകളെ വിളിക്കുന്ന പേരുകളാണ് പ്രാഥമിക ശില, അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, പിതൃശില എന്നീ പേരുകളിലെല്ലാം ആഗ്നേയശിലകൾ അറിയപ്പെടുന്നു. ഈ ആഗ്നേയശിലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫോസിലുകൾ കാണപ്പെടാത്ത ശിലകളാണ് ആഗ്നേയശിലകൾ. അതുപോലെ തന്നെ ധാരാളം ലോഹ അയിരുകൾ അടങ്ങിയിട്ടുള്ളതും ഏതിലാണ്? ആഗ്നേയ ശിലയിലാണ്. അതുപോലെ തന്നെ ആഗ്നേയശിലകളെ 2 വിധമായിട്ട് തിരിക്കാം. അതായത് പ്രധാനമായിട്ടും 2 വിധത്തിലാണ് ആഗ്നേയശിലകൾ ഉള്ളത്. ഒന്നാണ് ബാഹ്യജാത ശിലകൾ, അതുപോലെ തന്നെ അന്തർവേദ ശിലകൾ അഥവാ പ്ലൂട്ടോണിക് ശിലകൾ. ഇനി നമുക്ക് നോക്കാം ബാഹ്യജാത ശിലകൾ എന്താണെന്ന്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ഇത് ബാഹ്യജാത ശിലകൾ. നമ്മൾക്കറിയാം ബാഹ്യം എന്ന് പറയുമ്പോൾ എന്താണ്? പുറത്താണ് അല്ലെ? ബാഹ്യജാത ശിലകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഇത് ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ. എന്നാൽ അന്തർവേദ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർവേദ ശിലകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അകത്തായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഇത് അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ അഥവാ പ്ലൂട്ടോണിക് ശിലകൾ. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. ഫോസിലുകൾ കാണപ്പെടാത്ത ശില, ധാരാളം ലോഹ അയിരുകൾ കാണപ്പെടുന്നു. ആഗ്നേയശിലകൾ 2 വിധത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ബാഹ്യജാത ശിലകൾ, ഭൂമിയുടെ ഉപരിതലത്തിനു മുകളിലായി ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ്. അതുപോലെ തന്നെ അന്തർവേദ ശിലകൾ അഥവാ പ്ലൂട്ടോണിക് ശിലകൾ, ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഇത് അന്തർവേദ ശിലകൾ. ഇനി നമുക്ക് നോക്കാം ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് നോക്കാം. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബത്തോലിറ്റ്സ്, ഡൈക്സ്. അവർക്ക് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബത്തോലിറ്റ്സ്, ഡൈക്സ് എന്നിവയാണ് എന്ത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം. നമ്മുടെ ഈ ആഗ്നേയ ശിലകൾ എന്ന ഭാഗം SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ആ ഭാഗവും ഒക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ക്ലാസ്. അപ്പോൾ ഓർക്കുക, ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ആഗ്നേയ ശിലകൾക്കൊക്കെ ഉദാഹരണം പ്രീവിയസ് ഇയറിലൊക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബത്തോലിറ്റ്സ്, ഡൈക്സ് എന്നിവയാണ് ഏത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ശില നോക്കാം. അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ്. അവസാദ ശിലകൾ എന്താണെന്ന് നോക്കാം. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. അതായത് കാലക്രമേണ എന്ത് സംഭവിക്കും? ശിലകൾക്ക് അപക്ഷയം സംഭവിക്കും, ശിലകൾ പൊടിയാൻ തുടങ്ങും. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളിയായി നിക്ഷേപിക്കപ്പെടുന്നു. അതായത് ഈ ശിലകൾ പൊടിഞ്ഞ് അതിൻ്റെ അവസാദങ്ങൾ, അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ പ്രദേശങ്ങളിൽ പാളിയായി നിക്ഷേപിക്കപ്പെടുന്നു. പാളികളായിട്ടാണ് ഇത് നിക്ഷേപിക്കപ്പെടുന്നത്. പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. പിന്നീട് അവ എന്ത് ചെയ്യുന്നു? ഉറച്ച് അവസാദ ശിലകളായി മാറുന്നു. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ
പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. അതാണ് ഇത് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് ഇത് അവസാദ ശിലകൾ. നമ്മൾ പറഞ്ഞു ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു, കാലക്രമേണ അപക്ഷയം സംഭവിക്കുന്നു എന്ന് പറയുന്നു. അതായത് ശിലകൾ പൊടിഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ പൊടിയുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തന്നെ എന്ത് സംഭവിക്കും? ശിലകൾ പൊടിഞ്ഞു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇവ കാരണം ഉണ്ടാകുന്ന ശിലകളാണേത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ശിലകൾ പൊടിയുന്നത് മൂലമാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്? കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണേത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. നമ്മൾ പറഞ്ഞു ശിലകൾ പൊടിഞ്ഞ് അതിൻ്റെ അവസാദങ്ങൾ ഭൂമിയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതുപോലെ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതിനാൽ അല്ലെങ്കിൽ പാളികളായി കാണപ്പെടുന്നതിനാൽ തന്നെ ഈ ശിലകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? അടുക്ക് ശിലകൾ. ഏതാ? അടുക്കു ശിലകൾ എന്ന കാര്യം ഓർക്കുക. അടുക്ക് ശിലകൾ അതുപോലെ തന്നെ മടക്ക് ശിലകൾ എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, അടുക്ക് ശിലകൾ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? നമ്മുടെ അവസാദ ശിലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഫോസിലുകൾ കാണപ്പെടുന്ന ശില, നമ്മൾ പറഞ്ഞു ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതാണ്? ആഗ്നേയ ശിലകളാണ്. എന്നാൽ ഫോസിലുകൾ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് അവസാദ ശിലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന് കളിമണ്ണ്, ക്വാർട്സ്, കാൽസൈറ്റ് എന്നീ ധാതുക്കൾ കാണപ്പെടുന്ന ശില. പ്രധാനപ്പെട്ട കാണപ്പെടുന്ന ധാതുക്കളാണ് പറഞ്ഞിരിക്കുന്നത്. കളിമണ്ണ്, ക്വാർട്സ്, കാൽസൈറ്റ് എന്നീ ധാതുക്കൾ കാണപ്പെടുന്ന ശിലയും ഏതാണ്? അവസാദ ശിലയാണ്. അപ്പോൾ ഒന്നോടെ നോക്കുക. കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ്. അതുപോലെ തന്നെ പാളികളായി കാണപ്പെടുന്ന ശില അതിനാൽ അടുക്കു ശിലകൾ എന്ന് അറിയപ്പെടുന്നു. ഫോസിലുകൾ കാണപ്പെടുന്ന ശില കളിമണ്ണ്, ക്വാർട്സ്, കാൽസൈറ്റ് എന്നീ ധാതുക്കൾ കാണപ്പെടുന്ന ശില. അവസാദ ശിലകൾ പ്രധാനമായിട്ടും 3 വിധമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യാന്ത്രികമായി അഥവാ ബലകൃതമായി രൂപം കൊണ്ടവ. യാന്ത്രികമായി അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊണ്ടവ, മെക്കാനിക്കലി ഫോംഡ്. അത് ഏതൊക്കെയാണ്? ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല് എന്നിവയാണ് അതിനുദാഹരണം. എന്താണ്? യാന്ത്രികമായി അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊണ്ടത്. യാന്ത്രികമായിട്ട് രൂപം കൊണ്ടവയ്ക്ക് ഉദാഹരണമാണ് ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല് തുടങ്ങിയവ. അടുത്തതാണ് ജൈവികമായി രൂപം കൊണ്ടവ, ഓർഗാനിക്കലി ഫോംഡ്. അത് ഏതൊക്കെയാണ്? ജൈവികമായി രൂപം കൊണ്ടവയാണ് ഏതൊക്കെ? കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, പെട്രോളിയം തുടങ്ങിയവയെല്ലാം എന്ത്? ജൈവികമായി രൂപം കൊണ്ട അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. മൂന്നാമത്തേതാണ് രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ, കെമിക്കലി ഫോംഡ്. രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവയ്ക്ക് ഉദാഹരണമാണ് ഏത്? ജിപ്സം, കല്ലുപ്പ് എന്നിവ. ജിപ്സം, കല്ലുപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവസാദ ശിലകൾ പ്രധാനമായിട്ടും 3 വിധമാണുള്ളത്. ഏതൊക്കെ? യാന്ത്രികമായി ഓർ ബലകൃതമായി രൂപം കൊണ്ടവ, മെക്കാനിക്കലി ഫോംഡ്. അതിന് ഉദാഹരണമാണ് ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല് തുടങ്ങിയവ. രണ്ടാമത്തേതാണ് ജൈവികമായി രൂപം കൊണ്ടവ, അതായത് ഓർഗാനിക്കലി ഫോംഡ്. അതിന് ഉദാഹരണമാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, പെട്രോളിയം തുടങ്ങിയവ. രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ അഥവാ കെമിക്കലി ഫോംഡ് ഏതൊക്കെയാണ്? ജിപ്സം, കല്ലുപ്പ് എന്നിവയാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ ശിലയാണ് ഏത്? കായാന്തരിത ശില. കായാന്തരിത ശില അഥവാ മെറ്റാമോർഫിക് റോക്സ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? ഉയർന്ന മർദ്ദം മൂലമോ അതുപോലെ തന്നെ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും
മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഉയർന്ന മർദ്ദം അതുപോലെ തന്നെ താപം എന്നിവ മൂലം ശിലകൾക്കുണ്ടാകുന്ന ഭൗതികമായും രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് രൂപം കൊള്ളുന്നവയാണ് കായാന്തരിത ശിലകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. കായാന്തരിത ശിലകൾക്ക് രൂപാന്തരം സംഭവിച്ചതാണ് കായാന്തരിതം എന്ന വാക്കിൻ്റെ അർത്ഥം. കായാന്തരിതം നമ്മൾ പറയുന്ന കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്, അതായത് കായാന്തരിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രൂപാന്തരം സംഭവിച്ചത് എന്നതാണ്. ഓർത്തിരിക്കുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. രൂപാന്തരം സംഭവിച്ചത് എന്നതാണ് കായാന്തരിതം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതാണ്? മാർബിൾ, സ്ലേറ്റ് എന്നിവയാണ്. മാർബിൾ, സ്ലേറ്റ് എന്നിവയാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം എന്ന കാര്യം ഓർക്കുക. അതുപോലെ കായാന്തരിത ശിലകളുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കായാന്തരിത ശിലകളാണ് എന്ന കാര്യം ഓർക്കുക. എന്താണ്? കേരളത്തിൽ കൂടുതൽ. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് ഏത്? കായാന്തരിത ശിലകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കൊന്നോടെ നോക്കാം. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. രൂപാന്തരം സംഭവിച്ചത് എന്നതാണ് കായാന്തരിത ശിലകൾക്ക് അല്ലെങ്കിൽ കായാന്തരിതം എന്ന വാക്കിൻ്റെ അർത്ഥം. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശിലകളുടെ ഭാഗത്തു നിന്നുള്ള വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് പോവുക. നമ്മളെ സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിക്കുക. ഇതുപോലുള്ള ജിയോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിട്ട് മറ്റ് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. PSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഈ ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ്, അതുപോലെ ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, ബുക്സ് എന്നിവയെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫലപ്രദമായ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും താങ്ക് യു.